നമസ്കാരം. SDPI ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും കർണാടകത്തിലും മത്സരിക്കില്ല. ഇരു സംസ്ഥാനങ്ങളിലും BJPയെ തോൽപ്പിക്കുന്ന സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനൊരു തീരുമാനവുമായി SDPI മുന്നോട്ട് പോകുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങുന്നത് ഈ SDPയെ പോലുള്ള സംഘടനകളാണ്. അവരുടെ രീതി അങ്ങനെയാണ്. ഇത്തവണ ജില്ലാ കമ്മിറ്റികൾ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അവർ എടുക്കുകയുണ്ടായി. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു മണ്ഡലത്തിൽ ചുരുങ്ങിയത് ഏകദേശം ഒരു 25 ലക്ഷം രൂപയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വേണ്ടി ചിലവാകേണ്ടി വരും എന്നുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ പാർട്ടിക്ക് അത് വഹിക്കുവാൻ കഴിയില്ല എന്നുള്ളതുമൊക്കെയാണ് നേതൃത്വം കരുതുന്നതും അവർ പറയുന്നതും. കേരളത്തിനും കർണാടകത്തിനും പുറമെ 60 സീറ്റിൽ പാർട്ടി മത്സരിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലൊന്ന് എന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലാണ്. ആ ഡിണ്ടിഗൽ സീറ്റിൽ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ AADMK മുന്നണിയിൽ നിന്നുകൊണ്ടാണ് CPMനെതിരെ ഒരു മത്സരം നടത്തുന്നത് SDPI. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. SDPIയെ സീറ്റ് നൽകി സഹായിച്ചുകൊണ്ട് DMK രംഗത്തെത്തുന്നു. എടപ്പാടി പളനിസ്വാമിയുടെ കാരുണ്യത്തിൽ SDPI തമിഴ്നാട്ടിൽ, അതായത് ഈ നിരോധിത സംഘടനകളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു വകഭേദമാണ് SDPI എന്ന് പറയപ്പെടുന്നത്. എന്നിട്ട് പോലും അത്തരത്തിൽ നിരോധിത സംഘടനകൾ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ഒപ്പം തന്നെ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കരസ്ഥമാക്കുകയും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുന്നൊരു സമീപനം DMKയുടെ ഒത്താശയോടുകൂടി SDPI നടത്തുന്നു തമിഴ്നാട്ടിൽ. എന്നാൽ കർണാടകത്തിലും കേരളത്തിലും ഇപ്പോൾ അവർ സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല. പകരം BJPക്കെതിരെ BJPയെ തറപറ്റിക്കുക, BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് SDPI തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാതെ പകരം പൂർണ്ണ പിന്തുണ മറ്റുള്ള പാർട്ടികൾക്ക്, BJPക്ക് എതിരായിട്ട് മത്സരിക്കുന്നവർ ആരാണോ, അതിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ ആരാണോ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനം SDPI സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് DMK പോലൊരു പ്രസ്ഥാനം തമിഴ്നാട്ടിൽ SDPIക്ക് സീറ്റ് നൽകുകയും ആ DMK എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ കഴിഞ്ഞ 2 വട്ടവും നേരിടുകയും ചെയ്ത സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോൾ BJPയിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ആ BJPയോടൊപ്പം ചേർന്നപ്പോൾ അകന്നുപോയ മുസ്ലിം വോട്ടുകൾ തിരികെ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി SDPI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപകടകരമല്ലേ എന്ന് ചിന്തിക്കേണ്ടത് ആ പാർട്ടിയും, അതായത് DMKയും DMKയുടെ കൂടെയുള്ള അണികളുമാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ വകഭേദമാകുന്ന SDPയെ പോലുള്ള സംഘടനകൾക്ക് സ്ഥാനാർത്ഥികളെ നൽകുന്നത് ഉചിതമാണോ എന്ന് തീരുമാനിക്കേണ്ടതല്ലേ? ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുന്ന ഒരു സമീപനം കേരളത്തിലെന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ടോ എന്നും ചിന്തിക്കുക. അതുകൊണ്ട് BJPക്കെതിരെ ഉയർത്തുന്ന ഏത് വെല്ലുവിളിയും സ്വീകരിക്കാൻ BJP തയ്യാറാണ്. പക്ഷേ അതിന് SDPIക്ക് കഴിയുമോ അവരുടെ ഈ തേരോട്ടത്തെ പിടിച്ചു നിർത്താൻ എന്നുള്ള കാര്യം SDPI തീരുമാനിക്കേണ്ടതാണ്. അതായത് BJP പോലൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ മുഴുവനായി, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ ഏകദേശം 400 സീറ്റുകൾ നേടിയെടുക്കുമെന്നുള്ള പ്രവചനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ പിടിച്ചു നിർത്താനുള്ള കരുത്തൊന്നും SDPIക്ക് ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് അവർ സ്വീകരിക്കുന്ന മാർഗമെന്ന് പറയപ്പെടുന്നത് ഒന്നുകിൽ CPMനോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് BJPക്കെതിരെ വോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അവിടെ മത ജാതി ഭേദമന്യേ ആണ് ഒരു തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് SDPIക്ക് BJPയെ എതിർക്കുവാനുള്ള കരുത്തുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക.